ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങൾ ആദ്യം ഈ സ്ലൈഡ് കണ്ടോ? എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ലൈഫ് ചേഞ്ചിങ് എക്സാം. എന്താണ് ലൈഫ് ചേഞ്ചിങ് എക്സാം? നിങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്രാവശ്യം 10ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ വരുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങളോട് ഇത്രയും തീവ്രമായിട്ടുള്ള എക്സാം ആണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന എക്സാം ആണെന്ന് ഒരാൾ നിങ്ങളോട് പറയുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ഒരുപാട് കേൾക്കാൻ പോകും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് SSLC 2024 എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വർഷം നിങ്ങൾ എക്സാം ചെയ്ത, അല്ലെങ്കിൽ 2024-25 അക്കാദമിക് ഇയറിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന SSLCയിൽ മാർക്ക് കുറഞ്ഞു പോയ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ ഈ കുഞ്ഞു വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള എല്ലാ അപ്ഡേഷനുകളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് SSLC സൈലം SSLC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും. നിർബന്ധമായിട്ട് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മറക്കരുത് കേട്ടോ. സോ മക്കളെ, എന്തുകൊണ്ടാണ് 2024 അല്ലെങ്കിൽ ഈ SSLC എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം? അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പേ ഇതുവരെ പഠിച്ചതുപോലെ പഠിച്ചാൽ മതിയോ എന്നൊരു ചോദ്യമാണ്. പല ആളുകളും പല തരത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പല തരത്തിൽ പഠിച്ച കുട്ടികളുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, അതിനേക്കാളൊക്കെ ഒരു പടി മുന്നോട്ട് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ 2024 അല്ലെ 2025 എഴുതാൻ പോകുന്ന SSLC പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാൻ. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചത് 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂറൊക്കെ ആണ്. അത് സ്ഥിരമായിട്ട് പഠിക്കാറില്ല. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക കുട്ടികളും പഠിക്കുന്നത് എക്സാമിന്റെ സമയത്തായിരിക്കും. എക്സാമിന്റെ ഒരാഴ്ച മുന്നെയോ അല്ലെങ്കിൽ 1.5 ആഴ്ച അല്ലെ 1 മാസം മുന്നേ ഒക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. എന്നാൽ SSLCക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അത് പോരാ. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മെല്ലെ മെല്ലെ മാറണം. ഒറ്റയടിക്ക് മാറണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു കള്ളു കുടിക്കുന്ന ഒരാൾക്ക് കള്ളുകൂടി നിർത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിർത്തുകയാണെങ്കിൽ നാളെ മുതൽ ഞാൻ കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് സക്സസ് ആക്കാൻ പറ്റില്ല. മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ഏക വഴി എന്ന് പറയുന്നത്. സോ ഈ വെക്കേഷൻ ഉപയോഗിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. ഈ വെക്കേഷനിൽ നിങ്ങൾ ഏതൊക്കെ പഠിക്കണം ഒക്കെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. സോ അതിന് മുമ്പേ ഇതുവരെ പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ. അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഓരോ മണിക്കൂറും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എന്ന് കരുതി 24 മണിക്കൂർ അല്ലെ 15 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ പഠിക്കണം എന്നല്ല പറയുന്നത്. ഓരോ ദിവസവും ചെറിയ ചെറിയ അളവുകളിൽ നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിരിക്കണം. വെക്കേഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലെയും ഒരു 2 ചാപ്റ്റർ എങ്കിലും പഠിച്ചു കഴിയാൻ നിങ്ങളുടെ സ്കൂൾ തുറക്കുമ്പോഴേക്കും. അപ്പൊ അതെങ്ങനെയെന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവില്ലേ? അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. മക്കൾ അതൊന്നും പേടിക്കണ്ട. അപ്പൊ ഇതുവരെ പഠിച്ച രീതിയിൽ പഠിച്ചാൽ പോരാ. ഒന്നാമത്, എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എത്ര പഠിക്കാത്ത കുട്ടിയാണെങ്കിലും ഇതുവരെ പഠിച്ചാൽ പോരാ. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. ഇതുവരെ ഒന്നും അറിയില്ല സാർ, ഞാൻ പഠിച്ചാൽ എനിക്ക് SSLCയിൽ A+ കിട്ടുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. 9ാം ക്ലാസ്സിൽ ഞാൻ വീക്കാണ്, എനിക്ക് പഠിച്ചിട്ട് മാർക്കൊന്നും കിട്ടിയില്ല, ഇനി ഞാൻ പഠിച്ചാൽ എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ഓട് കൂടി ഫുൾ മാർക്ക് നേടാൻ പറ്റുമോ? മക്കളെ, പറ്റുമടാ. അങ്ങനെ ഒരുപാട് റിസൾട്ട് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കുട്ടി ഞങ്ങൾക്ക് ഒരു വീഡിയോ ഞങ്ങൾ അയച്ചു തരുന്നുണ്ട്. ആ വീഡിയോയിൽ പറയും, ആ മോന് പറയും, 2 മാർക്കാണ് SSLC 9ാം ക്ലാസ്സിൽ ആ കുട്ടി മാർക്ക് വാങ്ങിയത് മാത്സിൽ. ആ കുട്ടി SSLCയിൽ ജോയിൻ ചെയ്തു, അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് ഈ വെക്കേഷൻ മുതൽ ആ കുട്ടി പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഓൺ എക്സാമിന് ആ കുട്ടിക്ക് നല്ല മാർക്ക് A+ വാങ്ങാൻ പറ്റി. 72 മാർക്ക് വാങ്ങി. 2 മാർക്ക് വാങ്ങിയ കുട്ടി SSLC ആദ്യത്തെ ഓൺ എക്സാം ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ഓണം എക്സാമിൽ ആ കുട്ടി എന്താക്കി? A+ വാങ്ങി. 2 മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? 9ാം ക്ലാസ് പഠിച്ചതുപോലെ അല്ല പഠിച്ചത്. കുറച്ചുകൂടി സമയം ഇതിനു വേണ്ടി കണ്ടെത്തി. ഓരോ ദിവസവും 1-2 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം നേരത്തെ പഠിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതൊന്നും പേടിക്കേണ്ട, ഞങ്ങൾ സെറ്റാക്കി തരും. രണ്ടാമത്തത്, ഇതൊരു സർട്ടിഫിക്കറ്റ് ഓറിയന്റഡ് എക്സാമാണ്. നിങ്ങൾക്ക് 9ാം ക്ലാസ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ലൈൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. ആ സർട്ടിഫിക്കറ്റിൽ ഓരോ സബ്ജക്റ്റിന്റെയും മാർക്കുകൾ അടക്കം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ സർട്ടിഫിക്കറ്റ് ഓറിയന്റഡ്, അതായത് ഗവൺമെന്റ് വരെ അത്രയധികം പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു എക്സാമാണ് SSLC എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും എന്താക്കണം? നിങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സ്കൂളിലൊക്കെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സുകാർക്ക് എത്ര ക്ലാസ് കൊടുത്തിട്ടുണ്ട്? അവർ സ്കൂൾ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും രാത്രിയും ക്ലാസ് കൊടുക്കുന്നു, രാവിലെ നേരത്തെ വരാൻ പറയുന്നു. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നതാ. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഏകദേശം 60 കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെ 50 കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ ഒരു ടീച്ചർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പോസിബിൾ അല്ല. ടീച്ചർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും അറിയാത്ത കുട്ടിയും ആവറേജ് കുട്ടിയും എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെക്കേഷനിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ സബ്ജക്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. ഇങ്ങനെയൊക്കെ പഠിക്കണം, ഏത് സബ്ജക്ട് ഏത് രീതിയിൽ പഠിക്കണം ഒക്കെ ഞങ്ങൾ പറഞ്ഞുതരും. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ SSLC എന്ന് പറയുന്ന സൈലം SSLC എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ അപ്ഡേഷനുകളും. അപ്പം ഇതൊരു സർട്ടിഫിക്കറ്റ് ഓറിയന്റഡ് എക്സാം ആണ്. നിങ്ങളുടെ ഗവൺമെന്റ് എക്സാം, അതായത് PSC പോലത്തെ എക്സാമുകൾക്കൊക്കെ ക്രൈറ്റീരിയ ആയിട്ട് SSLC പാസ്സായ കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ എക്സാം പാസ്സാവണം, അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. SSLCയിൽ കൂടുതൽ മാർക്സ് വാങ്ങിയാൽ എന്താണ് ഉപകാരം അല്ലേ? നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പണി ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്താൽ എനിക്ക് എന്താണ് ഉപകാരം, എനിക്ക് എന്താണ് ബെനിഫിറ്റ്? മക്കളെ, SSLC മാർക്ക് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഡെഫിനറ്റ്ലി നിങ്ങളുടെ +1 +2 ആണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റ്സുകൾ തരാനുള്ള ഭാഗം. SSLC കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള മെയിൻ എയിം എന്താ? +1 +2 പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ SSLCയിലെ മാർക്കിനെ കൊണ്ട് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് അറിയോ? നമ്മൾ എപ്പോഴും നല്ല കുട്ടികളാവുന്ന എപ്പോഴാ? നമ്മുടെ വീട്ടുകാർ, നമ്മുടെ സൊസൈറ്റി, എല്ലാവരും നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ നല്ലതാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും? നല്ലതാവും. നമ്മൾ പഠിക്കുന്ന കോളേജുകൾ അല്ലെ സ്കൂളുകൾ, ചിലപ്പോൾ ചില സ്കൂളുകൾ ചില കുട്ടികൾക്ക് അറിയാം ഈ സ്കൂളിൽ പഠിക്കേണ്ടില്ല എന്ന് തോന്നുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ? അത് സ്കൂളിന്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പഠിക്കാത്ത ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടാവും. റിസൾട്ട് ബാക്കിലായിരിക്കും. പല സ്കൂളുകളും റിസൾട്ട് ബാക്കിലായിരിക്കും, പല സ്കൂളുകളും റിസൾട്ട് മുന്നിലായിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്കൂൾ, വിദ്യാലയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അപ്പൊ SSLC നല്ല മാർക്ക് നേടാത്ത ഒരു കുട്ടിയാണ് എങ്കിൽ അവർക്ക് +1 +2 ഏതെങ്കിലും അങ്ങനെ വിദ്യാഭ്യാസം റിസൾട്ടുകൾ കുറവുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ചിലപ്പം അഡ്മിഷൻ കിട്ടാതെ ഇരിക്കാം. 10ാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും സീറ്റ് +1 +2 ഉണ്ടാവാറില്ല പൊതുവെ. അപ്പോൾ ഞാൻ പറയുന്നത് SSLC മാർക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് +1 +2 നല്ല സ്കൂളിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകളുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. നമ്മുടെ ലൈഫ് അട്ടർ ഫ്ലോപ്പായി മാറും. നല്ല സ്കൂളുകളിൽ പഠിച്ചുകൊണ്ട് വലിയ വലിയ സ്ഥാപനങ്ങളിൽ, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും നല്ല എയിംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് എയിംസ് ഡൽഹി എന്ന് പറയുന്നത്. അതായത് അവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വരുന്നത്. IIT മദ്രാസ്, അങ്ങനെ IITകളിൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അതായത് വലിയ പിന്നെ അതേപോലെ നല്ല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. പക്ഷെ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നല്ല കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് മാർക്കോട് കൂടി പാസ്സാവണം. 10ാം ക്ലാസ് പാസ്സായാലേ +1 +2 നല്ല സ്കൂളിൽ കിട്ടുള്ളൂ. +1 +2 നല്ല സ്കൂളിൽ കിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. സോ അതിനുവേണ്ടി നിങ്ങൾ ആദ്യമേ പഠിച്ചു. നിങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ഈ 10ാം ക്ലാസ് ആദ്യം മുതൽ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മക്കളെ. നിങ്ങളുടെ കൂടെ കട്ടക്ക് ഞങ്ങളുണ്ടാവും, ഞാനുണ്ടാവും, എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ. സോ ഒരു പേടിയും പേടിക്കേണ്ട. അപ്പൊ എന്റെ പേരറിയാത്ത ആൾക്ക് ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് SSLC നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളിൽ ഒരാളായിക്കൊണ്ട്, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ് ആയിക്കൊണ്ടോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. അപ്പം മറക്കണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള SSLC യാത്രയിൽ നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടിയാവട്ടെ, ആവറേജ് സ്റ്റുഡന്റ് ആവട്ടെ, ഹൈ ലെവൽ കുട്ടിയാവട്ടെ, നിങ്ങളെ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഞങ്ങളുണ്ടാവും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളാണ് ഉള്ളത് എന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ കമന്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ബൈ.